ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ നിർണായക അറസ്റ്റുകൾക്കൊരുങ്ങി ഇഡി. കേസിലെ മുഖ്യകണ്ണികളെ അറസ്റ്റ് ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ അറസ്റ്റിനാണ് സാധ്യത. ആദ്യ അറസ്റ്റിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി, നടൻ ജയറാം എന്നിവർക്ക് അടുത്തയാഴ്ച ഹാജരാകാനാണ് സമൻസ്. എല്ലാ കേസുകളിലും ഇഡി സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കാറുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി 60 ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ഇതിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അറസ്റ്റിലാകുന്ന പ്രതികൾക്കെല്ലാം അറസ്റ്റിലാകുന്ന ക്രമത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഇഡി ജാമ്യാപേക്ഷയെ എതിർത്തില്ലെങ്കിലും ജാമ്യം ലഭിക്കും. പോലീസ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയപരിധി 90 ദിവസമാണ്. ചോദ്യം ചെയ്യലുകളുടെ പ്രധാന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇഡി അറസ്റ്റുകളിലേക്ക് കടക്കുക. പോലീസ് കേസുകളിലേതുപോലെ ഇഡി കേസുകളിൽ എല്ലാ പ്രതികളുടെയും അറസ്റ്റ് അനിവാര്യമല്ല. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ അറസ്റ്റിന് സാധ്യതയുണ്ട്. മുരാരി ബാബുവിനെ ഒരു തവണ ഇഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. വീണ്ടും ഹാജരാകേണ്ടി വരുമെന്ന് മുരാരി ബാബുവിനെ അറിയിച്ചിട്ടുമുണ്ട്. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. നടൻ ജയറാം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. ഇതിനു പിന്നാലെ കേസിലെ പ്രധാന സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തും. ജനം, കൊച്ചി.